അപ്പോൾ ബർക്കിൻ പ്ലാന്റിൻ്റെ ഫുൾ കെയറിങ്ങും നമ്മൾ തൊട്ട് മുന്നത്തെ വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവർ കാണുക. ഇന്ന് നമ്മൾ ആഫ്രിക്കൻ വയലറ്റ് കേട്ടോ, നല്ലൊരു ചെടിയാണ്, നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഇലകളൊക്കെ കാണാനായിട്ട് നല്ല പച്ചപ്പും ബുഷുമായിട്ട് നിൽക്കും. അതേപോലെ തന്നെ പൂക്കൾ അതിമനോഹരമാണ്. ചെറിയ വില കൊടുത്ത് നമുക്ക് നല്ല മനോഹരമായ ചെടികൾ സ്വന്തമാക്കാമെന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഒരുപാട് വലിയ കെയറിങ് ഒന്നും ഇല്ലാതെ തന്നെ നന്നായിട്ട് പൂക്കൾ തരുന്ന ഒരു ചെടി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു പ്ലാന്റ് മേടിക്കുക. അത് നന്നായിട്ട് പൂക്കാനായിട്ട് നമുക്ക് ഒരു വളം ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഏതൊക്കെ സമയത്താണ് ചെയ്തു കൊടുക്കേണ്ടത്, അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് ഈ ഒരു ചെടി നിൽക്കാനായിട്ട് കൃത്യമായ രീതിയിൽ വെള്ളം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പം എങ്ങനെയാണിത് നനയ്ക്കുന്നത്, അതേപോലെ തന്നെ അഴുകിപ്പോകുന്ന പ്രശ്നങ്ങൾ ഒരുപാട് പേര് നേരിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ചെറിയ ചെറിയ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നതും കൊണ്ടാണ് കേട്ടോ അങ്ങനെ സംഭവിക്കുന്നത്. ഇതേപോലെ നമുക്ക് ഇലകൾ വെച്ച് നമുക്ക് നട്ടിട്ട് പുതിയ പുതിയ ഒരുപാട് പ്ലാന്റുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇൻഡോർ പ്ലാന്റുകളൊക്കെ ഇഷ്ടപ്പെടുന്നവർ നമ്മളെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷനിലേക്ക് ഇട്ടോ നോക്കുക. ഇപ്പം തന്നെ എല്ലാവരും വളരെയധികം മടി വിചാരിക്കുന്ന ഒരു കാര്യമാണ് ഒരു ലൈക്ക് തരാനായിട്ട്. തീർച്ചയായിട്ടും നല്ലൊരു വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം തന്നെ ഒരു ലൈക്ക് കൂടി തരാനായിട്ട് മറന്നു പോരുത് കേട്ടോ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് വെള്ളം ഒഴിക്കുന്നത്, നമ്മൾ കൃത്യമായിട്ട് വെള്ളം ഇതിന് നനവ് ആവശ്യമാണ്. നന്നായിട്ട് വെള്ളം ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റാണ്. പക്ഷേ ഓവർ വാട്ടറിങ് ആയിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കെട്ടിക്കിടക്കുന്ന ഒരു പോട്ടി മിക്സിലൊക്കെയാണ് നമ്മൾ റീപോർട്ട് ചെയ്തെങ്കിൽ ഈ ഒരു പ്ലാന്റ് നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് മുകൾ ഭാഗത്ത് ആ ഇലയിലൊക്കെ നന്നായിട്ട് വെള്ളം ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒരു 2-3 ദിവസം കൂടുമ്പോൾ ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് വളരെയധികം നല്ലതാണ്. നന്നായിട്ട് ഹെൽത്തായിട്ട് നല്ലൊരു പ്ലാന്റായിട്ട് ഈ ഒരു പ്ലാന്റ് നിൽക്കും. അതേപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും നനച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ നനച്ചു കൊടുക്കുക. ഓരോ സ്ഥലത്ത് ഓരോ ക്ലൈമറ്റ് ആയിരിക്കും. പെട്ടെന്ന് നമ്മുടെ ഒരു സോയിൽ ഇല്ലെങ്കിൽ ആ ഒരു പോട്ടി മിക്സ് ഡ്രൈ ഒക്കെ ആയി പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും നനച്ചു കൊടുക്കുക. അല്ല അതേപോലെ നമ്മൾ കൈയൊക്കെ ഒന്ന് വെച്ചാൽ ആ ഒരു പോട്ടി മിക്സ് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഈർപ്പുണ്ടെങ്കിൽ ആ ഒരു ഈർപ്പം കുറയുന്ന സമയത്ത് നനച്ചു കൊടുക്കുക കേട്ടോ. ഇത്രയാണ് നമ്മൾ വെള്ളം നനയ്ക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. നന്നായിട്ട് വെള്ളം ഒരു ഈർപ്പം ഇല്ലെങ്കിൽ ഇതേപോലെ പുതിയ പുതിയ ഇലകളും ഷൂട്ടുകളും വരില്ല. ഇങ്ങനെ വരാതിരുന്നാൽ ഇതേപോലെ പുതിയ പുതിയ ഇലകൾ വരുന്നതിൻ്റെ ഇടയ്ക്ക് നിന്നിട്ടാണ് നമുക്ക് നന്നായിട്ട് പൂക്കുലകൾ കണ്ടോ ഇതേപോലെ വരിക. അപ്പം നന്നായിട്ട് തിക്കും ബുഷുമായിട്ട് ഈ ഒരു ചെടി വളർന്നെങ്കിലാണ് നമുക്ക് ഇതേപോലെ എല്ലാ ഭാഗത്തും ചുറ്റുഭാഗത്തുനിന്ന് നമുക്ക് ഇതിൻ്റെ ഇലയുടെ അടിഭാഗത്തൊക്കെ ഒരുപാട് പൂക്കൾ വിരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇലയൊക്കെ പിടിച്ച് നമ്മളിങ്ങനെ ഒന്ന് പൊട്ടിക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ടൊന്ന് ഇതേപോലെ ഒന്ന് ആക്കിയാൽ അത് പൊട്ടാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് ഞാനാണ് അതിൻ്റെ ഉള്ളിലുള്ളതൊന്നും കാണിച്ചു തരാത്തത്. അത് കുറച്ച് കഴിയുമ്പോൾ വളർന്ന് മുകളിലേക്ക് വരും. നമുക്ക് ഇല നടുന്നത് എങ്ങനെയാണ്, എന്നിട്ട് എങ്ങനെയാണ് കൂടുതൽ പ്ലാന്റുകൾ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതേപോലെ പഴയ ഏറ്റവും അടിയിൽ ഉണങ്ങാനായതോ അല്ലെങ്കിൽ ചെറിയ മഞ്ഞ കളറൊക്കെ കയറിയ ഇല എടുക്കരുത്. ഇതേപോലെ മുകൾ ഭാഗത്ത് നന്നായിട്ട് ഹെൽത്തായിട്ടുള്ള ഇലകൾ നോക്കിയിട്ട് നമ്മൾ കളക്ട് ചെയ്യുക. അതിന് ശേഷം നമുക്ക് ഇത് നട്ട് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഇതേപോലെ ഇലകൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് 1 ഇഞ്ചോളം നമ്മൾ അതിൻ്റെ ഒരു ഞെട്ട് അല്ലെങ്കിൽ ആ ഒരു തണ്ട് ഉണ്ടല്ലോ, ഇലയുടെ തണ്ട്, അത് നമ്മളവിടെ നിർത്തിക്കൊണ്ട് ഇതേപോലെ എത്ര ഇലയാണോ നമുക്ക്, എത്ര പ്ലാന്റ് ആണോ ആവശ്യം, അല്ലെങ്കിൽ എത്രയാണോ നടാൻ ഇലകൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അത്രയാണോ നിങ്ങൾക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇതൊന്ന് കുറച്ചധികം ഇലകൾ കട്ട് ചെയ്ത് എടുത്തു എന്ന് വിചാരിച്ചിട്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. മണ്ണെടുക്കുന്ന സമയത്ത് ഇതിൽ പോട്ടി മിക്സ് വേറെ ഒന്നും നമ്മൾ ഉപയോഗിക്കരുത്. സാധാരണ മേൽമണ്ണ് ഗാർഡനിങ് സോയിൽ എടുക്കുക, നന്നായിട്ട് അരിച്ചെടുക്കുക. അല്ലെങ്കിൽ നന്നായിട്ട് ഇതേപോലെ പൊടി ഉള്ള മണ്ണേ നമുക്ക് ശരിയാവുള്ളൂ. കാരണം ഇതിൻ്റെ ആ ഒരു തണ്ടും ആ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ്, ഇലയിൻ്റെ ആ ഒരു ഭാഗത്തു നിന്നൊക്കെയാണ് ഇതിന് വേര് വരിക. അപ്പം വളരെ നേരത്തെ നമുക്ക് കണ്ണുകൊണ്ട് നോക്കിയാൽ പോലും കാണാൻ പറ്റാത്ത വേരുകൾ വന്ന് പിന്നീട് ആ വേര് ആദ്യം വളർന്നു വന്ന് ആ ഒരു ഇലേനെ ബൂസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അതിന്ന് നമുക്ക് പുതിയ ബേബി പ്ലാന്റുകൾ വരുന്നത്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഉറച്ച മണ്ണൊക്കെ ആണെങ്കിൽ, ഇല്ലെങ്കിൽ നന്നായിട്ടൊരു വായുസഞ്ചാരം ഇല്ലാത്തൊരു പോട്ടി മിക്സ് ആണെങ്കിൽ ഈ ഒരു ഇല അഴുകി പോകുകയുള്ളൂ, നമുക്ക് പുതിയ പ്ലാന്റ് വരില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം ഇതേപോലെ മണ്ണൊരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിച്ച് വെക്കണം. അതിനുശേഷം ഒരു ചെറിയൊരു 3 ഇഞ്ച് 4 ഇഞ്ച് പോട്ടൊക്കെയാണെങ്കിൽ നമുക്ക് 2 ഇലകളൊക്കെ നട്ടു കൊടുക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് ഇതേപോലെ തന്നെ അരിച്ചെടുത്ത നല്ല മണ്ണ്, നമുക്കിതിൽ ചാണകപ്പൊടിയോ മറ്റ് ഒന്നും നമ്മൾ ചേർക്കരുത്. അങ്ങനെയൊക്കെയാണെങ്കിലും ഈ ഇല അഴുകി പോകാനുള്ള സാധ്യത ഉണ്ട്. ഈ ഒരു മണ്ണ് ഇതിൻ്റെ മുകളിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുക്കുന്നു. ഇനിയും ഒരുപാട് ടിപ്പുകളുണ്ട്, നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്നേ ഉള്ളൂ. വീഡിയോ കുറച്ചധികം സമയം എടുത്തിട്ട് പറഞ്ഞാലേ നമുക്ക് കൃത്യമായിട്ട് ഈ ഇലകൾ നശിച്ചു പോവാതെ കൂടുതൽ ബേബി പ്ലാന്റുകൾ കിട്ടുകയുള്ളൂ കേട്ടോ.
അപ്പോൾ നമുക്ക് ഇതേപോലെ ഈ ഇലയുടെ മുകളിലേക്ക് നമുക്ക് മണ്ണൊക്കെ വീണിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എന്താക്കണം, ഇതേപോലെ തട്ടി തട്ടി മാറ്റി കൊടുക്കണം. ആ ഇലയുടെ അടിഭാഗം വരെ മാത്രം മണ്ണ് നിന്നാൽ മതി, അല്ലെങ്കിൽ ആ ഒരു ഇല അതിൽ മണ്ണായിട്ട് അത് ചിലപ്പം അഴുകിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്കിതിൽ സ്പ്രേ ചെയ്ത് നമുക്ക് നനയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് നനയ്ക്കാം. അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ആ മേലെ ഉള്ള മണ്ണ് അനങ്ങാതെ അല്ലെങ്കിൽ ഒലിച്ചു പോകാതെ വേണം നമ്മൾ എപ്പോഴും നനച്ചു കൊടുക്കാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ചെറിയ ചെറിയ വേരുകളാണ് വരിക. അത് നമ്മൾ കുത്തി വെള്ളം ഒഴിച്ചു കൊടുക്കുന്ന സമയത്തോ മണ്ണ് നീങ്ങി പോകാനിടയായാൽ ആ വേര് കൂടി അതിൻ്റെ ഒപ്പം കട്ടായി പോവുകയും ഈ ഒരു പ്ലാന്റ് അല്ലെങ്കിൽ ഈ ഒരു ഇല ഉണങ്ങിപ്പോവാനും അഴുകിപ്പോവാനും സാധ്യതയുണ്ട് കേട്ടോ. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് നന്നായിട്ട് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് വെക്കുക. ഡയറക്റ്റായിട്ടുള്ള സൺലൈറ്റും അല്ലെങ്കിൽ സൂര്യൻ്റെ വെളിച്ചവും നേരിട്ട് ഈ ഒരു ഇലയിൽ അടിക്കാതെ നല്ല വെളിച്ചം കിട്ടുന്ന ഒരു സ്ഥലത്തേക്ക് വെക്കാനായിട്ട് ശ്രമിക്കുക. അപ്പം തണലത്തേക്ക് മാറ്റി വെക്കുക എന്നർത്ഥം. അത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കുറച്ചധികം ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇതൊന്ന് ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ഇലയിൽ ഇങ്ങനെ വലിച്ചൂരി നോക്കുക അല്ലെങ്കിൽ ഇളക്കി നോക്കേണ്ട കാര്യമില്ല. നമുക്ക് തീർച്ചയായിട്ടും കുറച്ചധികം പ്ലാന്റുകൾ ഉണ്ടാക്കണമെങ്കിൽ കുറച്ചധികം ഇലകൾ കുത്തി കൊടുക്കുക. എല്ലാതും മുളച്ചു വന്നോളണമെന്നില്ല. നമ്മളൊരു 10 എണ്ണമൊക്കെ കുത്തി കൊടുത്താൽ ചിലപ്പം 8 എണ്ണം മുളയ്ക്കും, അല്ലെങ്കിൽ ചിലപ്പം 3 എണ്ണം മുളയ്ക്കും. അപ്പോൾ നിങ്ങൾ ഓരോ പ്ലാന്റും കുറച്ച് അധികം എടുത്തിട്ട് ഇതേപോലെ ചെയ്യുക. ഇനി നമുക്ക് 3/4 ലിറ്റർ വെള്ളമാണ് ഇതിന് വളം ചെയ്ത് കൊടുക്കേണ്ടത്. നന്നായിട്ട് പൂക്കൾ വരാനായിട്ട് 3/4 ലിറ്റർ വെള്ളം എടുക്കുക. അതിലേക്ക് ഒരു പിടി നന്നായിട്ട് ഉണങ്ങിയ ചാണകമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പച്ചച്ചാണകം ഉള്ളവർ പച്ചച്ചാണകം എടുക്കാവുന്നതാണ്. ഇതേപോലെ കുപ്പിയിലിട്ടിട്ട് ഒരു ദിവസം നമുക്ക് അടച്ചു വെക്കുക. അതിന് ശേഷം ഒഴിച്ചു കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. ഇല്ലെങ്കിൽ അന്ന് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തു എന്ന് വിചാരിച്ച് കുഴപ്പമൊന്നുമില്ല. കുറച്ചുകൂടി നന്നായിട്ട് റിസൾട്ട് കിട്ടാനായിട്ട് ഒരു ദിവസം വെച്ചതിന് ശേഷം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കട്ടിങ്സ് ഈ ഒരു ഇലയ്ക്ക് ഇപ്പോഴൊന്നും വളം ചെയ്യരുത്. അത് നന്നായിട്ട് കുറേ നല്ലൊരു പ്ലാന്റ് ആയതിനു ശേഷം കട്ടിങ്സ് നട്ട് ഇല്ലെങ്കിൽ ലീഫ് നട്ടതിലേക്ക് നമ്മൾ ഒരിക്കലും വളം വെച്ച് കൊടുക്കരുത്. ആ ഒരു ഇല അഴുകിപ്പോവും. അത് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ഇതേപോലെ ഇളക്കി കുലുക്കിയതിന് ശേഷം നമുക്ക് വലിയ പ്ലാന്റുകൾക്ക് ഒരു 20 ദിവസത്തിൽ ഒരിക്കുക എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ഇതേപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം 2-3 ദിവസം നമ്മൾ നനയ്ക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഈ വളമൊക്കെ ആ ഒരു ചെടി വലിച്ചെടുക്കാനുള്ള ഒരു സമയം കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു പ്ലാന്റിന് പിന്നീട് നനച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിൻ്റെ ഇലകൾ സാധാരണ രീതിയിൽ പുഴുക്കളൊന്നും തിന്നാറില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് നമുക്ക് കണ്ടിട്ടില്ല. പക്ഷേ അതിൻ്റെ പൂക്കളിൽ പുഴുക്കൾ വന്നിരുന്ന് പൂവ് തിന്നുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പുഴുവൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ എടുത്ത് മാറ്റി അല്ലെങ്കിൽ മറ്റ് കീടനാശിനികൾ അടിച്ച് അത് ഇല്ലാതാക്കാനുള്ളൊരു ശ്രമം നടത്താവുന്നതാണ്. അപ്പം ഈ പ്ലാന്റ് ഞാനിവിടെ ഹാങ്ങിങ് പ്ലാന്റ് ആയിട്ടാണ് വെക്കുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഇലകളും പൂക്കളൊക്കെ പെട്ടെന്ന് തട്ടിയാൽ പൊട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പെറ്റ്സോ അല്ലെങ്കിൽ ചെറിയ കുട്ടികളൊക്കെ ഉള്ള സ്ഥലത്ത് വെക്കാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. ഹാങ്ങിങ് ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ എവിടെയെങ്കിലും ടേബിളിൻ്റെ മുകളിലൊക്കെ വെക്കാം. നമ്മൾ ഒരുപാട് ഇരുടുള്ള അല്ലെങ്കിൽ വെളിച്ചം നന്നായിട്ട് ഡയറക്റ്റ് അല്ലാത്ത സൺലൈറ്റ് ഇല്ലാത്തൊരു സ്ഥലത്ത് നമ്മൾ ഒരിക്കലും ഇത് വെക്കരുത്. കാരണം നല്ല വെളിച്ചം ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റ് ആണ്. എങ്കിലാണ് നമുക്ക് നന്നായിട്ട് ഇതിൽ പൂക്കൾ വരുള്ളൂ എന്നുള്ളത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇൻഡോറൊക്കെ ആയിട്ട് വെക്കുന്നുണ്ടെങ്കിൽ നമ്മൾ 5-6 ദിവസം വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലാന്റ് നമ്മൾ പുറത്ത് വെക്കുക. അതിനുശേഷം നമ്മൾ ഇവിടെയുള്ള ഒരു പ്ലാന്റ് എടുത്തിട്ട് നമ്മൾ ഇൻഡോർ ആയിട്ട് വെക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും ഒരു ലൈക്ക് ചെയ്യാനും വീഡിയോ നല്ല നല്ല ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. ചാനൽ സപ്പോർട്ട് ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ തൽക്കാലത്തേക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോയുടെ വെച്ച് നിർത്തുകയാണ്. നല്ല കണ്ടന്റും യൂസ്ഫുൾ ആയിട്ടുള്ള നല്ല വീഡിയോ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ കാണാമെന്നുള്ള പ്രതീക്ഷയിൽ ബൈ ബൈ.